ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ജോർദാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർദാൻ രാജാവുമായി പ്രതിനിധിതല ചർച്ച നടത്തി. ജോർദാൻ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുകയാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-ന്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയത്തിന്റെ ഓർമ്മയിൽ രാജ്യം ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കുന്നു. 68ാമത് ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ മനു ഭാക്കറിനും സിമ്രൻ പ്രീത് കൌറിനും സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒരാഴ്ച നീളുന്ന കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കർണാടകയിൽ ആദി ജഗദ്ഗുരു ശ്രീ ശിവരാത്രേശ്വര ശിവയോഗി മഹാസ്വാമിജിയുടെ 1066ാമത് ജയന്തി ആഘോഷങ്ങൾ ഇന്ന് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നാളെ തമിഴ്നാട് വെല്ലൂർ സുവർണ ക്ഷേത്രം സന്ദർശിക്കുന്ന രാഷ്ട്രപതി പിന്നീട് ശൈത്യകാല വാസത്തിനായി സെക്കന്ദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിലെത്തും. വെള്ളിയാഴ്ച ഹൈദരാബാദിൽ തെലങ്കാന PSC അധ്യക്ഷന്മാർക്കായി നടക്കുന്ന ദേശീയ സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച ഹൈദരാബാദിൽ ബ്രഹ്മകുമാരി ശാന്തി സരോവർ 21ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തെയും രാഷ്ട്രപതി മുർമു അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഇബ്നു അൽ ഹുസൈനുമായി ഇന്നലെ അമാനിൽ പ്രതിനിധിതല ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച. ഭീകരത, തീവ്രവാദം എന്നിവയ്ക്കെതിരായ ജോർദാന്റെ ശക്തമായ നിലപാടിനെ പ്രധാനമന്ത്രി മോദി പ്രശംസിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിൽ $5 മില്യൺ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. इस वर्ष हम अपने राजनयिक संबंधों की 75वीं एनिवर्सरी मना रहे हैं. यह मील का पत्थर हमें आने वाले कई वर्षों तक नई ऊर्जा के साथ आगे बढ़ने के लिए प्रेरित करता रहेगा. मुझे पूरा विश्वास है कि आज की बैठक से हमारे संबंधों में गति और गहराई एक नया रूप धारण करेगी. हम ट्रेड, फर्टिलाइजर्स, डिजिटल टेक्नोलॉजी, इंफ्रा और पीपल टू पीपल टाइज जैसे क्षेत्रों में सहयोग आगे बढ़ाएंगे. ജോർദാൻ ഇന്ത്യ ബിസിനസ് ഫോറത്തിലും പ്രധാനമന്ത്രി മോദി ഇന്ന് പങ്കെടുക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം എത്യോപ്യയുടെ തലസ്ഥാനമായ അഡിസ് അബാബയിലെത്തും. വിശദാംശങ്ങൾ. ഗ്ലോബൽ സൌത്ത് പങ്കാളികൾ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ എത്യോപ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തും. 2 ദിവസത്തെ സന്ദർശനത്തിൽ നൊബേൽ സമ്മാന ജേതാവായ എത്യോപ്യൻ പ്രധാനമന്ത്രി ആബി അഹമ്മദ് അലിയുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീ മോദിയുടെ ആദ്യ എത്യോപ്യൻ സന്ദർശനമാണിത്. പ്രാദേശിക, അന്തർദേശീയ വിഷയങ്ങൾ, ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ, കൃഷി, ഖനനം, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇരു നേതാക്കളും അവലോകനം ചെയ്യും. എത്യോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സന്ദർശനത്തിന്റെ 3ാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലെത്തും. 8.2% വളർച്ചാ നിരക്കോടെ രാജ്യം അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറുകയാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 3.2% ആഗോള വളർച്ചാ നിരക്ക്. ഇന്ത്യയുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിൽ MSMEകൾ സുപ്രധാന പങ്കുവഹിക്കുന്നതായും ധനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. വിദ്യാഭ്യാസത്തിനായി കൂടുതൽ ചെലവിട്ടാൽ മാത്രമേ പുതിയ IITകൾ, IIMകൾ, എയിംസ് എന്നിവ സാധ്യമാകൂവെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നവംബർ 10 മുതലായിരുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. അതേസമയം സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടത്താനുള്ള മലപ്പുറം ജില്ലയിലെ മുത്തേടം, എറണാകുളം, പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തുകളിൽ പൂർണ്ണമായും, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ ചെലവ് കണക്കുകൾ 2026 ജനുവരി 12 മുൻപ് ഓൺലൈനായി സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചു.
സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഈ മാസം 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കേരളത്തിൽ SIRന്റെ ഭാഗമായി വീട് തോറുമുള്ള വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,78,07,680 ആയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 99.84%. ഫോമുകൾ ഇനിയും മടക്കി നൽകിയിട്ടില്ലാത്തവർ എത്രയും വേഗം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കണമെന്നും CEO അഭ്യർത്ഥിച്ചു. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ലോകാരോഗ്യ സംഘടനയുടെ 2ാമത്തെ ആഗോള ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും ശാസ്ത്ര പ്രയോഗങ്ങളിലെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്ന വിഷയത്തിലാണ് ഉച്ചകോടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയത്തിന്റെ ഓർമ്മയിൽ രാജ്യം ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കുന്നു. 1971 ഡിസംബർ 16-നാണ് ഇന്ത്യൻ സേനയും ബംഗ്ലാദേശ് വിമോചനത്തിനായി രൂപപ്പെട്ട മുക്തി ബാഹിനി ഉൾപ്പെടുന്ന സഖ്യസേനത്തിന് മുന്നിൽ പാകിസ്ഥാൻ കീഴടങ്ങിയത്. ഈ യുദ്ധത്തിന്റെ പരിസമാപ്തിയിലാണ് ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായി വിമോചനം നേടിയത്. അന്തരീക്ഷ മലിനീകരണം പ്രതിരോധിക്കുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നഗരങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതിന് ബന്ധപ്പെട്ട ചട്ടങ്ങൾ പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര പരിസ്ഥിതി വനമന്ത്രി ഭൂപേന്ദർ യാദവ്. ഗാസിയാബാദിലെയും നോയിഡയിലെയും വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികളുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിലെ വായുമലിനീകരണം തടയുന്നതിന് പൊതുജന പ്രതിനിധികളുടെയും പൌരന്മാരുടെയും പങ്കാളിത്തം കൂടി തേടണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന. ഒരു പവന് ഇന്നലെ 99,280 രൂപയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. 22 കാരറ്റ് സ്വർണത്തിന്റെ വില പവന് 1 ലക്ഷം രൂപയിൽ എത്തുമോ എന്നാണ് സ്വർണ്ണ വ്യാപാര രംഗത്തുള്ളവർ ഇപ്പോൾ ഗൗരവമായി ചിന്തിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 98,800 രൂപയിലെത്തിയ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഉയർന്ന് 99,280 രൂപയിൽ എത്തുകയായിരുന്നു. ഈ വർഷം ഒക്ടോബർ 17-ന് 97,360 രൂപ എന്ന റെക്കോർഡിലെത്തിയ സ്വർണ്ണവില അതിനുശേഷം കുറയുന്ന പ്രവണതയായിരുന്നു. തുടർന്ന് ഡിസംബർ 12-ന് വീണ്ടും റെക്കോർഡ് സൃഷ്ടിച്ച് വർദ്ധിക്കാൻ തുടങ്ങുകയായിരുന്നു. 68ാമത് ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ മനു ഭാക്കറിനും സിമ്രൻപ്രീത് കൌറിനും സുവർണ്ണ നേട്ടം. ന്യൂഡൽഹിയിലെ ഡോക്ടർ കർണി സിംഗ് ഷൂട്ടിംഗ് റേഞ്ചിൽ നടന്ന സീനിയർ വനിതകളുടെ 25 മീറ്റർ സ്പോർട്സ് പിസ്റ്റൽ ഇനത്തിലാണ് ഡബിൾ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കർ ഒന്നാമതെത്തിയത്. ജൂനിയർ വനിതകളുടെ 25 മീറ്റർ സ്പോർട്സ് പിസ്റ്റൽ ഇനത്തിലാണ് ഷൂട്ടിംഗ് ലോകകപ്പ് ജേതാവ് സിമ്രൻപ്രീത് കൌർ സ്വർണ്ണം നേടിയത്. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്തെ സൌരോർജ്ജ ഉപഭോഗം 46% വർദ്ധിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നിലവിൽ ഇന്ത്യ 4ാമത്തെ വലിയ കൽക്കരി ശുദ്ധീകരണ കേന്ദ്രമാണെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം 1 ബില്യൺ ടണ്ണിലധികം കൽക്കരി ഉൽപ്പാദനമുണ്ടായതും ഇറക്കുമതിയിൽ 8% കുറവുണ്ടായതും അദ്ദേഹം വ്യക്തമാക്കി. പ്രവാസി കമ്മീഷൻ അദാലത്ത് ഇന്നും നാളെയുമായി തിരുവനന്തപുരം തൈക്കാട് നോർക്ക സെന്ററിൽ നടക്കും. രാവിലെ 10-ന് ആരംഭിക്കുന്ന അദാലത്തിൽ പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ, കമ്മീഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രവാസികളെ സംബന്ധിക്കുന്ന എന്ത് വിഷയവും അദാലത്തിൽ ഉന്നയിക്കാവുന്നതാണ്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 5ാം ദിനം 72 ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും. ലോക ക്ലാസിക്കുകളും പുതിയ സിനിമകളും ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ പ്രതിഭയായ ഋത്വിക് ഘട്ടക്കിന്റെ വിഖ്യാത ചിത്രം തിതാഷ് ഏക്തി നദീർ നാം പ്രദർശിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് ഇന്ന് തുടക്കം.
ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ജോർദാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർദാൻ രാജാവുമായി പ്രതിനിധിതല ചർച്ച നടത്തി. ജോർദാൻ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുകയാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-ന്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയത്തിന്റെ ഓർമ്മയിൽ രാജ്യം ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കുന്നു. 68ാമത് ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ മനു ഭാക്കറിനും സിമ്രൻ പ്രീത് കൌറിനും സുവർണ്ണ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.